മലയാള മിഷൻ ഒമാൻ സംഘടിപ്പിച്ച അക്ഷരം 2024 സാംസ്കാരിക മഹാമേള നവംബർ 15 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് മസ്കറ്റ് റൂസയിലുള്ള മിഡിൽ ഈസ്റ്റ് കോളേജിൽ നടന്നു. മലയാള മിഷൻ ഒമാൻ ചാപ്റ്ററിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 100ലധികം കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളോടെ അക്ഷരോത്സവത്തിന് കൊടിയേറി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മലയാള മിഷൻ ഡയറക്ടറും പ്രമുഖ കവിയുമായ മുരുകൻ കാട്ടാക്കട, കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും കേരളത്തിലെ എണ്ണം പറഞ്ഞ ചെണ്ടവാദ്യകാരനുമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, ഒമാനിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ, മലയാള മിഷൻ ഒമാൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവാസ ലോകത്തെ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടികൾ നാട്ടിൽ നിന്നെത്തിയ തങ്ങളെ വിസ്മയിപ്പിച്ചുവെന്നും മലയാള മിഷൻ ഒമാന് എല്ലാ ഭാവങ്ങളും നേരുന്നതായും മന്ത്രി പറഞ്ഞു. 70 രാജ്യങ്ങളിലായി 115 ചാപ്റ്ററുകൾ നിലവിൽ മലയാള മിഷൻ കീഴിലുണ്ടെന്നും അതിൽ ഇത്രയും വലിയ മഹാമേള സംഘടിപ്പിക്കുന്ന ആദ്യ ചാപ്റ്റർ ഒമാൻ ആണെന്നും മുഖ്യപ്രഭാഷണത്തിൽ മലയാള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട പറഞ്ഞു. മലയാള മിഷൻ ഒമാൻ സെക്രട്ടറി അനു ചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ ഡോക്ടർ ജയരത്നകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ വിൽസൺ ജോർജ്, മലയാള മിഷൻ പ്രസിഡന്റ് കെ സുനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ അനുപമ സന്തോഷ്, രാജീവ് മഹാദേവൻ എന്നിവർ ആശംസകളും ട്രഷറർ പി ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. നിയുക്ത ഇന്ത്യ GCC കൗൺസിൽ മെമ്പർ സന്തോഷ് ഗീവർ, ഇന്ത്യൻ സ്കൂൾ BOD ഫിനാൻസ് ഡയറക്ടർ നിതീഷ് കുമാർ, പ്രവാസി ഭാഷാ പുരസ്കാര ജേതാവ് P മണികണ്ഠൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എൻലൈറ്റ് ന്യൂസ്, മസ്കറ്റ്.